ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായുടെ ഈ സാന്ത്വന കൂടാരത്തിലേക്ക് ഏവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. യേശു തമ്പുരാന് സമാധാനത്തിൻ്റെ പ്രഭു എന്നൊക്കെ അറിയപ്പെടും. യെശയ്യാ പ്രവചന പുസ്തകത്തിലൊക്കെ അങ്ങനെ പരാമർശമുണ്ട്. എന്നാലും യേശു തമ്പുരാൻ തൻ്റെ മനുഷ്യ അവതാര പ്രവർത്തന മധ്യേ ഇങ്ങനെ അരുളി ചെയ്തു. ശുദ്ധമുള്ള മത്തായി ശ്ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 34-39 വചനങ്ങൾക്കകത്ത് നമുക്കത് വായിക്കാൻ പറ്റും. ഞാൻ വന്നത് സമാധാനം വരുത്തുവാൻ വന്നുവെന്ന് നിങ്ങളാരും വിചാരിക്കേണ്ട. ഞാൻ സമാധാനമല്ല വരുത്തുവാൻ വന്നത്, ഞാൻ വാളിനെ അത്ര വരുത്തുവാൻ വന്നേ. പിന്നീടാവട്ടെ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഒരു ഭവനത്തിനകത്തുണ്ടാകാവുന്ന എല്ലാ അസ്വസ്ഥതകളെക്കുറിച്ച്, വാളിൻ്റെ അനുഭവത്തെക്കുറിച്ചൊക്കെ ഉള്ള ഒരു വെളിപ്പെടുത്തലാണ്. ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കരുത്. സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തെന്നാൽ ഒരുവനെ തൻ്റെ പിതാവിനെതിരായും മകളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായിയമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയാണ് ഒരുവൻ്റെ ശത്രുക്കൾ. എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നു എനിക്ക് യോഗ്യനല്ല. എന്നേക്കാളധികം പുത്രനെയോ പുത്രിയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം ജീവനെ കണ്ടെത്തുന്നവൻ അതിനെ നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വന്തം ജീവനെ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. ഒരർത്ഥത്തിൽ നോക്കിയാൽ കുറച്ച് നെഗറ്റീവായ കുറേ ഒരു കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. യേശു പറയുകയാണ്, സമാധാനം വരുത്തുവാനല്ല ഞാൻ വന്നത്, ഭൂമിയിൽ വാൾ വരുത്തുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ സമാധാനം വരുത്തുവാനാണ് ഞാൻ വന്നതെന്നൊരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ പറയുന്നു, ഒരു കുടുംബത്തിനകത്ത് മുഴുവൻ ഒരു ഛിദ്രതയുണ്ടാവും. അപ്പൻ മകനും അമ്മ മകൾക്കും അമ്മായിയമ്മ മരുമകൾക്കൊക്കെ എതിരായിട്ട് മാറും. എല്ലാ ബന്ധങ്ങൾക്കകത്തും കാര്യങ്ങൾ താറുമാറാവും. കാര്യം എന്താണ്? യേശു എന്ന് പറയുന്നത് ഒഴുക്കിനകത്ത് വീണ ഇലയല്ല, ഒഴുക്കിനകത്ത് ഒഴുകിപ്പോകുന്ന ഒരു വ്യക്തിയുമല്ല, അനുഭവമല്ല, നിലപാടുമല്ല. മറിച്ച് ഒഴുക്കിനെതിരെ പ്രതിരോധിക്കാനായിട്ടും ഒഴുക്കിനെതിരെ നീങ്ങാനായിട്ടും ഈ കാലത്ത് എല്ലാവരും പോകുന്ന ഒരു യാത്ര വഴിക്ക് തിരിച്ചൊന്ന് നീങ്ങാനായിട്ടൊരു ശ്രദ്ധ ആവശ്യമാണ്. പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻ്റ് എന്ന് പറഞ്ഞ നല്ല മലയാള ചലച്ചിത്രത്തിനകത്തെ ഒരു മനോഹരമായ പാട്ടിനകത്ത് ആളുകളെല്ലാം ഒരു മോർണിംഗ് വാക്കിംഗ് നടത്തുന്ന ഒരു സീനുണ്ട്. ഒരു കൂട്ടം ആൾക്കാരിങ്ങനെ റോഡേ പോകുമ്പോൾ നായകൻ അതിനെതിരെ നീങ്ങി വരുന്നതായിട്ടൊരു സൂചന, ഒരു ചെറിയ സീനുണ്ട്. അപ്പോൾ ഒഴുക്കിന് എതിരെ നീങ്ങാനായിട്ടും ആ ഒഴുക്കിനെ ഒന്ന് പ്രതിരോധിക്കാനായിട്ടും ഈ കാലത്തിൻ്റെയും ഈ ലോകത്തിൻ്റെയും ആസക്തികളാകുന്ന ഒഴുക്കിനെ പ്രതിരോധിക്കുവാനും നിയന്ത്രിക്കുവാനും എതിർക്കുവാനും ഇല്ലാതാക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് നിലനിന്നേ മതിയാവും. അപ്പോൾ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളും നിലപാടുകളും യേശു എന്ന് പറയുന്ന ഒരു ആൾ മൂല്യങ്ങളോട് എന്തുമാത്രം ചേർന്ന് നിൽക്കുന്നു എന്നതിനെ ആസ്പദമാക്കി പരിസരത്ത് ഛിദ്രത ഉണ്ടാവുമെന്ന് യേശു ഓർമ്മപ്പെടുത്തുകയാണ്. ആടുകളൊക്കെ ചിതറിപ്പോകുന്നു. യേശു പറഞ്ഞു, ഇടയൻ അടികൊള്ളുകയും തൻ്റെ ആടുകളൊക്കെ ചിതറിപ്പോവുകയും ചെയ്യുന്ന സന്ദർഭം വരും, ഒരു സംശയവുമില്ല. വെറുതെ ഒന്ന് ചിന്തിച്ചാൽ യേശുവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാളുടെ ഉള്ളിലും പരിസരത്തും ഇത്തരം ചില സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പട്ടണത്തിലെ ഒരു വീടാണ്, ഒരു വീട്ടിലെ ഒരു ജോലിക്ക് വന്ന ഒരാളാണ്. ജോലിയൊക്കെ കൃത്യസമയത്ത് ചെയ്ത് മടങ്ങിപ്പോകുമ്പോൾ അത് ഇലക്ട്രിക്കൽ പണിയായാലും പ്ലംബിംഗ് വർക്കായാലും പെയിൻറ്റിങ് വർക്ക് എന്തായാലും ആയിക്കോട്ടെ, ആ വീട്ടിലെ സ്ത്രീക്ക് തോന്നുകയാണ് 3-4 കുഞ്ഞുങ്ങളൊക്കെയുള്ള വീടാണ് ഇയാളുടെ. അതുകൊണ്ട് ഇയാൾക്ക് കൂലി കൊടുക്കുമ്പോൾ അയാൾ പറയുന്ന കൂലി നാട്ടുനട അനുസരിച്ചുള്ള കൂലിയാണ് കൊടുക്കുന്നെങ്കിലും ഒരു 50 രൂപ കൂടുതൽ കൊടുത്താൽ തോന്നുകയാണ്. നന്നായിട്ട് ജോലി ചെയ്തു, നല്ലൊരു മനുഷ്യനായിരുന്നു എന്നതിനേക്കാളും അപ്പുറത്ത് ഒരു 50 രൂപ കൂടുതൽ. ഇതിനോട് യോജിക്കാനായിട്ട് ഒരുപക്ഷെ വീട്ടിലുള്ള ആരും തയ്യാറാവില്ല. നീ ഇങ്ങനെ പട്ടണത്തിലേക്ക് ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരാളായതുകൊണ്ട് തോന്നുന്ന അബദ്ധ വിചാരങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെയാണ്. എങ്ങനെയെങ്കിലും അയാൾ പറഞ്ഞ 500 രൂപയിൽ നിന്ന് ഒരു 100 രൂപ കുറച്ച് കൊടുക്കുക എന്നതാണ് പ്രായോഗികമായ വൈഭവം. ഒരു 400 രൂപയെ കാര്യങ്ങൾ ഒത്തീർപ്പെത്തുക. അതറിയാവുന്ന ജോലിക്കാരൊക്കെ എന്ത് ചെയ്യും, 400 കിട്ടേണ്ട സ്ഥലത്ത് 600 രൂപ പറയുകയും അതൊരു ധാരണയിൽ 500-ലെത്തി 100 രൂപ കൂടെ കൊണ്ടുപോവുകയും ചെയ്യുക. പറഞ്ഞു വരിക, യേശുമൊത്ത ഒരു നിലപാടെത്തുന്ന ഓരോരുത്തരുടെ മനസ്സിൽ മറ്റുള്ളവരെക്കുറിച്ച് കുറച്ചും കൂടി കൂടുതൽ ആകുലതയും മറ്റുള്ളവരുടെ ഒരു ആഭിമുഖ്യമൊക്കെ തോന്നും. അവരെങ്ങനെ ജീവിക്കുന്നു? കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ഒരു വീടിനെ
ഒരു മെയ് മാസമോ ജൂൺ മാസമോ ഒക്കെ ആകുമ്പോൾ നമുക്കൊരു ആകുലത തോന്നേണ്ടതാണ്. സ്കൂളൊക്കെ തുറക്കുന്ന ഒരു സന്ദർഭത്തിൽ 3-4 കുട്ടികളൊക്കെ തൊട്ട് മുമ്പിലത്തെ ക്ലാസ്സുകളിൽ പഠിക്കാനായിട്ട് ഉള്ളവർ ഉണ്ടപ്പോൾ പുസ്തകവും ബുക്കും യൂണിഫോമും സ്കൂൾ ഫീസും ഒക്കെ ഭീമമായ തുക ഉണ്ടാവും. ഓരോ ഇടവകളിലെ വ്യക്തികളും ഒക്കെ തങ്ങളുടെ പരിസരത്തെ ഒന്നും കൂടി ഒന്ന് നോക്കാനായിട്ട് യേശു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വാളിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സ്വസ്ഥത ഇല്ലാത്തൊരനുഭവം. പൊതുവേ നമ്മളിങ്ങനെ പറയും യേശു മൊത്തമുള്ള ജീവിതം പരിപൂർണമായ സ്വസ്ഥതയുടെ ജീവിതമാണ്. തെറ്റാണത്. യേശു മൊത്തമുള്ള ജീവിതം ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിനകത്ത് അല്പമായിട്ടെങ്കിലും നമുക്ക് കിട്ടുന്ന ഇത്തിരി സ്വസ്ഥത കൂടി വേണ്ടെന്ന് വെക്കുകയോ ഇല്ലാതായി പോവുകയോ ചെയ്യുന്ന അനുഭവമാണ്. കാരണം പരിസരത്തെ കുറേ കൂടി ആഭിമുഖ്യത്തോടും പരിസരത്തെ കുറേ കൂടി നമ്മൾ വേദനയോട് ആകുലതയോടെയൊക്കെ കാണാനും നോക്കാനും തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇടപെട്ടേ മതിയാവും. നമുക്ക് ഇടപെടേണ്ടി വരും. അങ്ങനെ പരിസരത്തിലേക്ക് നമ്മൾ ഇടപെട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ പല കാര്യങ്ങളും താറുമാറാകുകയും പെട്ടെന്ന് പ്രതികരണം ഉണ്ടാകാൻ നമ്മുടെ വീടിനുള്ളിൽ നിന്നാവും. ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്, ഇതിന് മണ്ടത്തര ജീവിതമാണെന്നൊക്കെ പറയും. ഇപ്പോൾ ലോട്ടറി ഒരാൾക്ക് അടിച്ചു, എന്തെല്ലാം സാധ്യതകളാണ് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ. പക്ഷെ ലോട്ടറി അടിച്ച ഒരാൾ അതിൻ്റെ ഒരംശം മാത്രം എടുത്തുകൊണ്ട് ന്യായമായ ഒരു പോർഷൻ, തീരെ കുറവൊന്നുമല്ല കേട്ടോ. ലോട്ടറിയൊക്കെ എടുക്കുന്ന ആളുകൾ കാരുണ്യമായാലും ശരി, അതൊരു സൽപ്രവൃത്തിയാണ് വിചാരിച്ച് അതിൽ സഹകരിക്കുമ്പോഴും സമ്മാനം കിട്ടാൻ ആഗ്രഹം ഉണ്ടെങ്കിലും കിട്ടുമെന്നൊരു പ്രതീക്ഷയൊന്നുമില്ല. ഓർക്കാപ്പുറത്താണെങ്കിലും തനിക്ക് നറുക്ക് വേണമെന്നറിഞ്ഞാൽ അതുകൊണ്ട് കുറേയധികം ആളുകൾക്ക് ഏതെങ്കിലും വിധത്തിലൊരു സഹായം ചെയ്യാനായിട്ട് തീരുമാനം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഓരോരുത്തരും അയാൾ പറയും കിട്ടിയത് നാളെ കിട്ടിയെന്ന് വരില്ല കേട്ടോ, ഇന്ന് കിട്ടിയത് നാളെ വീണ്ടും കിട്ടണമെന്നൊന്നുമില്ല. അതുകൊണ്ട് അത് ദൂർത്തടിക്കാതെ വളരെ ബുദ്ധിപൂർവ്വം എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഫിനാൻഷ്യൽ ഒരു രീതി നിനക്ക് അവലംബിക്കേണ്ടത് ആവശ്യമാണെന്നൊക്കെ നമ്മൾ അവനെ ഉപദേശിക്കും. സാമ്പത്തികമായ ഒരു സംഭവം. അപ്പോൾ പറഞ്ഞു വരിക ഇതാണ്, ജീവിതത്തിൽ യേശുവിനോട് ചേർന്ന് നടക്കുന്ന ഓരോരുത്തർക്കും തങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും മറ്റുള്ളവരെ ഓർത്തൊരു അസ്വസ്ഥത സ്വാഭാവികമാണ്. അതാണ് ഈ വാളിൻ്റെ അനുഭവം. യേശുവിലേക്ക് എത്തുന്ന ഒരാൾക്ക് പറഞ്ഞിട്ടുള്ള ഒരു അനുഭവം കൂടിയായിരുന്നു. ഏദനിൽ നിന്ന് ആദത്തെയും ഹവ്വായും ആ ഒരു സ്വർഗീയ അനുഭവത്തിൽ നിന്ന് അവർ പുറത്താവുന്നു. മറ്റൊരു സ്ഥലത്തേക്ക് ദൈവം അവരെ മാറ്റി പാർപ്പിക്കുന്നു. നന്മതിന്മകളുടെ വൃക്ഷഫലം അവർ അനുഭവിച്ചു. ഇനി ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടെ അവർ തിന്നേക്കുമോ എന്നുള്ള ദൈവത്തിൻ്റെ ഒരു ആശങ്കയിൽ ഭയത്തിൽ നിന്ന് അവരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുന്നതിനോടൊപ്പം ഏദനിലേക്ക് പ്രവേശിക്കാവുന്ന പ്രവേശന കവാടത്തെങ്കിൽ അഗ്നിയുള്ള ഒരു പിടിച്ച വാളുകളെ ഓടുകൂടി കെരൂബുകളെ മാലാഖമാരുടെ വൃന്ദത്തെ കാവലാക്കും. അപ്പോൾ തിരികെ ഈ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഏദൻ്റെ ആ നഷ്ടപ്പെട്ട സൗഭാഗ്യ അനുഭവത്തിലേക്ക് ഏതൊരാൾ പ്രവേശിക്കണമോ അയാൾ ഈ വാളിൻ്റെ മുറിവ് ഏറ്റേ മതി. യേശു എന്ന് പറയുന്ന ഒരാളിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകേണ്ട ഒരു മുറിവുകളുണ്ട്. പലതും വേണ്ടെന്ന് വെക്കേണ്ടി വരും. തനിക്ക് പലതും യോജിച്ചതല്ല എന്നുള്ള തീരുമാനം എടുക്കേണ്ടി വരും. ബോധപൂർവം പലതും കണ്ടില്ല കേട്ടില്ല എന്നടിച്ച് മാറി നടക്കേണ്ടി വരും. ഏതൊരാളും പറയും അവനൊരു ആണും പെണ്ണുമല്ലാത്ത വിധത്തിൽ ജീവിക്കുന്നു. അങ്ങനെയും ചില പറച്ചിൽ പറയും. യേശു തമ്പുരാൻ തന്നെ പറയുന്നുണ്ട് സ്വർഗരാജ്യത്തെ പ്രതി അങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ടെന്ന് പറയുന്നുണ്ട്. ഷണ്ടന്മാരായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ടെന്ന് പറയുന്നുണ്ട്. യേശു എന്ന് പറയുന്ന ഒരാളുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഒപ്പം ഒരു വാളിൻ്റെ മുറിവും വേദനയും ഉണ്ടാവും. തോളിൽ കുഞ്ഞിനെയുമായി മറിയം ദേവാലയത്തിലെത്തുമ്പോൾ അവിടെ മരണം സംഭവിക്കാതെ കാത്തുകുത്തിയിരുന്ന വൃദ്ധനായ മനുഷ്യൻ ശെമയോൻ ആ കുഞ്ഞിനെ എടുത്ത് ആഘോഷിച്ചിട്ട് മറിയത്തിന് കൊടുക്കുന്ന ആശംസയും അതുതന്നെയാണ്, മറിയം നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും. അപ്പോൾ യേശുവെന്ന് പറയുന്ന ഈ കുഞ്ഞിനെ ഗൗരവത്തിലെടുക്കുവാനായിട്ട് നിശ്ചയിച്ചുറപ്പിച്ച ഒരാൾക്ക് യേശുവിനോടൊത്തേ ജീവിക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ പുറത്തുകൊണ്ടിരിക്കും, ഒരു സംശയമില്ല. ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മ ചെയ്യാനായിട്ടൊരു അവസരം കിട്ടിയിട്ട് നമ്മൾ ചെയ്യാതെ പോവുകയാണ്. നമ്മളിങ്ങനെ വണ്ടിയുമായി റോഡിലൂടെ പോകുമ്പോൾ സ്കൂൾ യൂണിഫോം ഇട്ട് 2 കുട്ടികൾ സ്കൂൾ ബസ് കിട്ടിയില്ല, വേറെ ബസ്സിൽ ഭയങ്കര തിരക്കത് നിർത്താതെ പോയി കാണും. സമയം പോകുന്നു, സ്കൂളിൽ എത്തിയില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഓർത്ത് വല്ലാതെ അസ്വസ്ഥരായി നിൽക്കുന്നവർ കൈ നീട്ടുന്നു, നമ്മൾ നിർത്താതെ പോകും. കുറച്ച് നേരമോ ദൂരമോ കഴിയുമ്പോൾ അല്ലെങ്കിൽ മുമ്പോട്ട് വരുമ്പോൾ ആ സ്കൂൾ നമ്മൾ കണ്ടു കഴിയുമ്പോൾ വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നും. ഒന്നും നിർത്തായിരുന്നു, ഒരു നഷ്ടമില്ലായിരുന്നു. വേറെ കാറിൽ
യാത്രക്കാരും ഇല്ല, ഇഷ്ടംപോലെ ഇടയുണ്ട്. ആ 2 കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഭയങ്കര കാര്യമായിരുന്നു. അവർ കൈനീട്ടിൽ അവർ തുടരുന്നുണ്ടാവും. ആ വഴിയെ പോയ ആർക്കെങ്കിലും ദീനാനുകമ്പ തോന്നി വണ്ടി നിർത്തി അവരെ കയറ്റി ഈ സ്കൂളിൽ കൊണ്ട് ഇറക്കിയിട്ടുണ്ടാവുക. ഒരു നന്മ അല്പമെങ്കിലും ഉള്ള ഒരാൾക്ക് ചെയ്യാതെ പോയ ഒരു നന്മയോർത്ത് എത്ര കാലം വേദനിക്കേണ്ടി വരും. യേശു എന്ന് പറഞ്ഞൊരു അനുഭവം ഇത് തന്നെയാണ്. അപ്പോൾ യേശു തൻ്റെ ജീവിതത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരെ വിളിച്ചിരിക്കുന്നത്. അവിടെ എന്തുമാത്രം കുറവുകളുള്ളൊരു ജീവിതമായിരുന്നു അറിയാം. യേശുവിൻ്റെ കുറവുകൾ എന്തൊക്കെയായിരുന്നു? യേശുവിൻ്റെ കുറവുകൾ അവൻ സത്രത്തിൽ ജനിച്ചെന്നാണ് പറയുക. അല്ലെങ്കിൽ ജനിച്ചപ്പോൾ അവന് സത്രത്തിൽ ഇടം കിട്ടിയില്ല, വഴിയരികിൽ അവൻ പിറന്നു, പിന്നെ ഒരു പശു തൊഴുത്തിൽ അവനെ കിടർത്തി. അപ്പോൾ ഓർക്കണം, ആരംഭം മുതൽ യേശുവിനെ കിട്ടാതെ പോയ സൗഭാഗ്യങ്ങളുടെ പട്ടിക വെറുതെ ഒന്ന് എടുത്തു നോക്കിക്കേ. അവന് സ്വന്തമായിട്ടൊരു ഭവനമില്ലായിരുന്നു. ഭവനം ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ യേശു പറഞ്ഞു, എന്താ പറയുക, പക്ഷികൾക്കും സകല ജീവജാലങ്ങൾക്കും വീടുണ്ട്. യേശു പറഞ്ഞു, ഭൂമിയിലൂടെ ഇഴഞ്ഞു പോകുന്നവർക്കുമുണ്ട്, ആകാശത്തിലൂടെ പറന്നു പോകുന്നവർക്കുമുണ്ട്. പക്ഷേ എനിക്ക് തലചായ്പാനായിട്ട് ഇടമില്ല. അവനിങ്ങനെ വഞ്ചിയിൽ യാത്ര ചെയ്തു, ഒരുമിച്ച് ഒരു കൂടാരമില്ലാതെ ഒപ്പം എല്ലാവരുമായിട്ട് ജീവിച്ചു. യാത്ര ചെയ്യാനായിട്ടൊരു വാഹനം വേണ്ടി വന്നപ്പോൾ ഒരു കഴുതയെ കടം കൊള്ളേണ്ടി വന്നു. തിരുവത്താഴം പോലെയുള്ള ഏറ്റവും മർമ്മപ്രധാനമായ ഒരു വിരുന്നൊരുക്കാനായിട്ടും ഒരു മാളിക കടം കൊണ്ടുവരി വരുന്നു. ഇനി അവസാനം മരിച്ചു കഴിഞ്ഞ് അടക്കം ചെയ്യാൻ പോലും അരിമത്തിയക്കാരൻ യൗസേപ്പ് തൻ്റെ തോട്ടത്തിൽ തനിക്ക് വേണ്ടി പണിത് സൂക്ഷിച്ച കല്ലറ കടം വാങ്ങേണ്ടി വരുന്നു. ഓർക്കണം, ജീവിതത്തിൽ എന്തുമാത്രം കുറവുകളിലൂടെയും പോരായ്മകളിലൂടെയും കടന്നുപോയ ആളാണ് യേശു. അപ്പോൾ യേശുവിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ യേശു നമ്മളെ എന്തിനു വേണ്ടി സഹിക്കുന്നു എന്നല്ല പഠിപ്പിക്കുക, എങ്ങനെ സഹിക്കണമെന്ന് യേശു നമ്മളെ പഠിപ്പിക്കുന്നു. എന്തിനു വേണ്ടി സഹിക്കുന്നു എന്നതിനേക്കാളും അപ്പുറത്ത് യേശു എന്ന് പറയുന്ന ഒരു ആത്മബോധം നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെ സഹിക്കണമെന്നുള്ള, ഏറ്റവും ഭംഗിയായിട്ട് എങ്ങനെ നമ്മൾ സഹിക്കണമെന്നുള്ളതാണ് യേശു നമ്മളെ പഠിപ്പിക്കുക. അപ്പോൾ ഈ ഒരു സഹനങ്ങൾ നമ്മളെ എത്തിക്കുന്നത് എവിടെയാണ്? ഈ സഹനങ്ങൾ നമ്മളെ എത്തിക്കുന്നത് യേശു വാഗ്ദാനം ചെയ്ത നിത്യജീവനിലേക്കുമാണ്. അപ്പോൾ ഒരു വാളിൻ്റെ അനുഭവത്തിലൂടെ സകലരുമായിട്ടും ഒരർത്ഥത്തിൽ നമുക്ക് യോജിക്കുവാൻ പറ്റാത്ത വിധത്തിലാണ്. അതുകൊണ്ടാണ് നല്ല ആളുകൾക്കൊപ്പം നമ്മളാവാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടും. യേശു പോലും തൻ്റെ ശിഷ്യരെ തൻ്റെ സുവിശേഷം അറിയിക്കാനായിട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ഈ 2 പേരെ വിടുവാനായിട്ട് ശ്രദ്ധിച്ചത് ഒരേ നിലപാടും വിചാരവുമുള്ള ഒരു കൂട്ട് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരമുള്ള ആളുകൾക്കൊപ്പമായിരിക്കാനായിട്ട് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ദേവാലയവും പ്രാർത്ഥനയും അതിൻ്റെ ആത്മീയ പരിസരവും ഒക്കെ നമുക്ക് തരുന്ന ഒരുപാട് ആത്മീയ ബലം അതിൽ നമ്മൾ അകന്നായിരിക്കുമ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഒരു വലിയ ആൾക്കൂട്ടത്തിനകത്തും തിരക്കിനകത്തുമൊക്കെ ഒരാഴ്ചക്കാലം നമ്മൾ പെട്ട് ജീവിക്കുന്ന ഒരാൾക്കുണ്ടാവുന്ന ഭയങ്കരമായൊരു ക്ഷീണമുണ്ട്. ആത്മീയമായ എന്തോ ഒരു ചോർന്നു പോയ അനുഭവമുണ്ട്. വീണ്ടും ഒരു പള്ളിയിലേക്ക്, ഒരു ആരാധനയിലേക്ക്, വിശുദ്ധ കുർബാനയിലേക്കൊക്കെ മടങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു റീചാർജിങ് നിസ്സാരമല്ല. അവൾ പറഞ്ഞു വരിക, മറിയമെന്ന് പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് സുവിശേഷത്തിൽ പരാമർശമുണ്ട്. ബഥനിയയിലെ മറിയം. നമുക്ക് ആളെ പിടികിട്ടി. ലാസർ എന്ന് പറയുന്ന ആളുടെ സഹോദരി, മാർത്ത എന്ന് പറയുന്ന ആളുടെ സഹോദരി മറിയം. മറിയത്തിൻ്റെ പ്രത്യേകത, മാർത്തയുടെയും മറിയത്തിൻ്റെയും ഭവനത്തിൽ യേശു വിരുന്നുണ്ണാൻ വരുന്ന സന്ദർഭം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറിയം ഇങ്ങനെ യേശുവിൻ്റെ കാൽപാദത്തിൽ ഇരുന്നു. അപ്പോൾ യേശു എന്ന് പറയുന്ന ഒരാൾക്കൊപ്പമായിരിക്കാനായിട്ട് 3 പേരുള്ള ഒരു ഭവനത്തിലെ ഒരാൾ കാണിക്കുന്ന കുറച്ചും കൂടി ഒരു വ്യഗ്രത, താല്പര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ വീട്ടിൽ വന്ന ഏറ്റവും വലിയ അതിഥിക്കൊപ്പമുള്ള അവൻ്റെ 12, ഏറ്റവും കുറഞ്ഞത് 12 ശിഷ്യരുണ്ടാവും. അവർക്കും കൂടി സമൃദ്ധിയായൊരു വിരുന്ന് കൊടുക്കാനായിട്ട് ലാസറും മാർത്തയും സകല ബന്ധുക്കളും തത്രപ്പെടുമ്പോൾ മറിയം അവൻ്റെ കാൽപാദത്തിൽ ഇരുന്നു. അപ്പോൾ മറിയം ഇരുന്നതുപോലെ എല്ലാ ദിവസവും യേശുവുമായിട്ട് സമ്പർക്കത്തിലായിരിക്കാനായിട്ട് യേശുവിൻ്റെ ഓരോ മക്കളും ശ്രദ്ധിക്കേണ്ടതാണ്. അത് തിരുവചന വേദഭാഗ വായന ഉൾപ്പെടെ, നിത്യമുള്ള നമ്മുടെ പ്രാർത്ഥന ഉൾപ്പെടെ, അല്പസമയത്തെ നിശബ്ദമായ ഒരു മെഡിറ്റേഷൻ ഉൾപ്പെടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതാണ്. അപ്പോൾ നിത്യവും യേശുവിൻ്റെ പാദത്തിലായിരിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അത് ഈ വാളിൻ്റെ അനുഭവത്തിലൂടെ
കടന്നു പോകാനായിട്ട് നമുക്ക് കിട്ടുന്ന ബലവും കൂടിയാണെന്നൊന്നും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. യേശുവിന് വേണ്ടി നമ്മൾ ചിലതൊക്കെ സഹിക്കുമ്പോൾ, ഈ സഹിക്കുമ്പോൾ യേശു എവിടെയാണ്? യേശു എന്ന് പറയുന്ന ഒരാൾക്കൊപ്പം ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും അവൻ്റെ ഭവനത്തിൽ നിന്ന്, അവൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിൽ നിന്നൊക്കെ കുറേ അധികം അധിക്ഷേപങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. ഈ മണ്ടത്തരത്തിന്, ഈ നഷ്ടങ്ങളുടെ വഴിയിലേക്ക് ഇവൻ ഇറങ്ങിപ്പുറപ്പെട്ടു. എന്തെല്ലാം സാധ്യതയുണ്ടായിരുന്നു ഇവൻ്റെ ജീവിതത്തിൽ, അതെല്ലാം വേണ്ടെന്ന് വെച്ചത് ഭയങ്കരമായ വിവരക്കേടാണെന്ന് പറയുന്ന, വിധിക്കുന്ന, വിലയിരുത്തുന്ന ഒരു സമൂഹം എപ്പോഴും ഉണ്ടാവും, ഭവനക്കാർ ഉൾപ്പെടെ. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ അങ്ങനെ പറഞ്ഞത്, അപ്പൻ മകനെതിരെയും അമ്മയും മകളും മരുമകളും അമ്മായിമ്മയും തമ്മിലൊക്കെ ഒരു ഛിദ്രതയുണ്ടാവുമെന്ന് യേശു ഓർമ്മപ്പെടുത്തിയത്. യേശു എന്ന് പറയുന്ന ഒരു നിലപാടിനോട് ഒത്തുപോകുന്ന ഒരാൾ അനുഭവിക്കേണ്ടി വരുന്ന ചില സഹനങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, സ്വന്തം കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. ജീവിതത്തിലെ സഹനങ്ങളെ നമ്മൾ പരിഭവം കൂടാതെ സ്വീകരിപ്പാനായിട്ട്, പരിഭവം കൂടാതെ ചുമക്കുവാനായിട്ട് നമ്മൾ പഠിച്ചേ മതിയാവും. ജീവിതത്തിലെ സഹനങ്ങളെ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ചില ബലങ്ങളാണെന്ന് തിരിച്ചറിയണം. ദൈവത്തിൻ്റെ ചില കരുതലുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ, അല്ലെങ്കിൽ എനിക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാളും അപ്പുറത്ത് എനിക്കൊരിക്കലും പ്രയാസങ്ങൾ കരുതി വെക്കുന്നില്ല ഉടയവൻ. മറിച്ച് അത് വഹിക്കാനായിട്ട് എൻ്റെ തോളുകളെ അവൻ പരുവപ്പെടുത്തുന്നുണ്ട്. അവ സ്വീകരിപ്പാനായിട്ട് എൻ്റെ മനസ്സിനെ അവൻ ബലപ്പെടുത്തുന്നുണ്ട്. ഞാൻ അവനോട് ചേർന്നാണ് എങ്കിൽ മാത്രം. അപ്പോൾ യേശു എന്ന് പറയുന്ന ആ വലിയ ബലത്തോട് ചേർന്നായിരിക്കാനായിട്ട് എന്നെ ഓർമ്മപ്പെടുത്തും. അപ്പോൾ യേശു എന്ന് പറയുന്ന ഈ വാളിൻ്റെ അനുഭവം ഉള്ളിൽ പേറി, മുറിവേറ്റ്, സ്വയം മുറിഞ്ഞ്, രക്തം പൊഴിഞ്ഞ് ജീവിക്കുമ്പോൾ യേശു എവിടെയാണ്? ശുദ്ധമുള്ള നമ്മുടെ ദാനിയേലിൻ്റെ പ്രവചന പുസ്തകമൊക്കെ ഒന്ന് വായിച്ചാൽ സംഭവം പിടികിട്ടും. ദൈവാരാധനയുമായി ബന്ധപ്പെട്ട് ദാനിയേലിൻ്റെ 3 കൂട്ടുകാരെ അഗ്നി കുണ്ഡത്തിലെറിയാനായിട്ട് രാജാവ് വിധിക്കുകയാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ. ദൈവത്തെ വിസ്മരിച്ച് രാജാവിൻ്റെ ദേവന്മാരെ ആരാധിപ്പാനായിട്ടുള്ള കൽപ്പന ദാനിയേലിൻ്റെ കൂട്ടുകാർക്കോ സ്വീകരിക്കാൻ പറ്റില്ല. ദൈവത്തെയോ ദൈവാരാധനയെ വിട്ടിട്ട് ദാനിയേലിനും ഒപ്പമുള്ള കൂട്ടുകാർക്കും രാജാവ് പറയുന്ന ദേവനെ ആരാധിപ്പാനും അവിടെ പ്രാർത്ഥനാ കർമ്മങ്ങളിൽ ഏർപ്പെടാനും സാധിക്കുകയില്ല. അങ്ങനെ ഒരു തർക്കം വന്ന അവസാനം നെബൂഖദ്നേസർ രാജാവിൻ്റെ വിധി ഇങ്ങനെയായിരുന്നു: ദാനിയേലിൻ്റെ 3 കൂട്ടുകാരെ അഗ്നികുണ്ഡത്തിലെറിയുക. കാര്യങ്ങളൊന്ന് വെടിപ്പോടെ കാണാനായിട്ട് രാജാവും പരിവാരകന്മാരും ഈ കാര്യങ്ങൾ കാണാനായിട്ട് സമീപത്തുണ്ട് താനും. രസകരമായ കാര്യം എന്തെന്ന്, ഒരു നീണ്ട കഥ വായിക്കുന്ന അതേ രസത്തോടും താല്പര്യത്തോടും നമുക്ക് വായിക്കാൻ പറ്റും. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കൊക്കെ, പഴയ മലയാളമൊക്കെ പതിയെ വായിച്ചു തുടങ്ങുന്ന മക്കൾക്കൊക്കെ ദാനിയേലിനെ ഒന്ന് വായിക്കാൻ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അവിടെ എന്താ കാണുന്നതെന്ന് ചോദിച്ചാൽ 4 ആളുകൾ അഗ്നികുണ്ഡത്തിൽ നൃത്തം ചവിട്ടുന്നതായിട്ട് കാണുകയാണ്. അപ്പോൾ ഓർക്കണം, 3 ആളുകളെ വലിച്ചെറിഞ്ഞു അഗ്നികുണ്ഡത്തിൽ. ആ അഗ്നികുണ്ഡം അവരെ സ്വീകരിക്കേണ്ട നിമിഷം തന്നെ കരിഞ്ഞ് ചാമ്പലായി പോകേണ്ടതാണ്. പക്ഷെ അങ്ങനെയല്ല. 4 ആളുകൾ യാതൊരു പരിക്കുകളും പറ്റാതെ ഭംഗിയായി നൃത്തം ചവിട്ടുന്ന കണ്ടപ്പോൾ രാജാവിനാകപ്പാടെ ഒരു ആശങ്ക, ഒരു അസ്വസ്ഥത. രാജാവ് ചോദിക്കുകയാണ് പരിവാരങ്ങളോട്, നമ്മൾ 3 ആളുകളെ അല്ലേ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു? അതെ, ദാനിയേലിലെ 3 കൂട്ടുകാരെയാണ്. പിന്നെ ഇവരാരാ? അപ്പോൾ സഹനങ്ങളിൽ യേശു എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് വേണ്ടിയും മൂല്യങ്ങൾക്ക് വേണ്ടിയും വാളുകൊള്ളുന്ന, വാളേറ്റ് മുറിയുന്ന അനുഭവങ്ങളിലൂടെ സ്വമനസാലെ കടന്നു പോകുന്ന ഒരാൾക്കൊപ്പം യേശുവുണ്ട്. കാരണം 3 ആളുകൾക്കൊപ്പം അഗ്നികുണ്ഡത്തിലുള്ളത് യേശു അല്ലാതെ മറ്റാരാ? അത് ഏറ്റവും നല്ല ബോധ്യം ദാനിയേലിൻ്റെ കൂട്ടുകാർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ സഹനങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും കടന്നു പോകാനായിട്ട് വിധിക്കപ്പെടുമ്പോൾ ദൈവം എന്നെ ഇങ്ങനെ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ എന്ന് നിലവിളിക്കാതെ നമുക്കൊപ്പം ആ ചുറ്റിനും എവിടെയോ ദൈവമുണ്ട്. നമ്മൾ കടന്നു പോകുന്ന അതേ വേദനകളിലൂടെ ദൈവവും കടന്നു പോകുന്നുണ്ടെന്ന ധാരണ ഉണ്ടാവണം. അല്ലായിരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനായ യേശു ഭൂമിയിൽ ജനിച്ചപ്പോൾ ഇത്രയും അസൗകര്യങ്ങളൂടെ വരില്ലായിരുന്നു. കുറച്ച് മുമ്പേ ഓർമ്മപ്പെടുത്തിയതുപോലെ യാത്രയ്ക്ക് കടം കൊണ്ട കഴുതയെ ഉപയോഗിച്ചു. വലിയ വിരുന്ന് കഴിപ്പാനായിട്ട് അന്ത്യത്താഴമെന്ന ആ വലിയ വിരുന്നിന് വേണ്ടിയും കടം കൊണ്ട ഒരു വിരുന്നുശാല ഉപയോഗിച്ചു. ഒടുവിൽ സംസ്കരിച്ച് മരിച്ച് അടക്കം ചെയ്യാൻ പോലും കല്ലറ മറ്റൊരാളുടെ ആയിരുന്നു. അപ്പോൾ അത്രമാത്രം ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകാനായിട്ട് യേശു തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്തത് ഇതൊക്കെ തന്നെയാണ്. സ്വന്തം കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക എന്നതാണ് നിത്യജീവനെ പ്രാപിപ്പാനായിട്ടുള്ള ഒരു പരിഹാരം.
അപ്പോൾ നിത്യജീവനെ നേടുവാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർ തങ്ങളിപ്പോൾ നടത്തുന്ന ജീവിതത്തിനകത്ത് സങ്കടങ്ങളെ പഴിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രഥമ പാഠം. സങ്കടങ്ങളെ നമ്മൾ ഒരുതരം ശാപവാക്കുകളോടും വിചാരങ്ങളോടും കാണാതിരിക്കുക. ദൈവം എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നുള്ള നിരാശയ്ക്ക് നമ്മൾ അടിമപ്പെടാതിരിക്കുക. എനിക്ക് തോന്നുന്നു ഈ ഭൂമിയിലെ ഏറ്റവും വലിയൊരു പൈശാചിക പ്രവർത്തനങ്ങളാണ് ഒന്ന് അസൂയയും രണ്ട് നിരാശയും. ഇത് രണ്ടും ഒരു ആത്മീയ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും പിടികൂടാവുന്ന രോഗമാണ്. മറ്റുള്ളവരുടെ വളർച്ചയിലും ഉയർച്ചയിലും ഉണ്ടാകുന്ന അസൂയ ഒരു വശത്തും തങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ഒരു സങ്കടങ്ങൾക്ക് ഒപ്പം ഉണ്ടാകുന്ന കടുത്ത നിരാശയും വിഷാദമൊക്കെ ഇന്ന് മനഃശാസ്ത്രപരമായ കാര്യങ്ങളിൽ വലിയ രോഗമാണ്, മരുന്ന് കഴിക്കേണ്ട രോഗമാണ്. അപ്പോൾ അവർക്ക് ഇതിൻ്റെയൊക്കെ ഒരു ആരംഭം എന്ന് പറയുന്നത് നിരാശയാണ്. അപ്പം നമുക്ക് നമ്മളോട് തന്നെ ഉള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടുന്നു, ഉടയവനിലുള്ള ഒരു പ്രതീക്ഷയും അസ്തമിക്കുന്നു. അതാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. യേശു പറഞ്ഞു, സമാധാനം വരുത്തുവാനല്ല ഞാൻ വന്നത്, വാൾ വരുത്തുവാനാണ്. അപ്പോൾ അതിൻ്റെ ഒരു വൈരുദ്ധ്യം മനസ്സിലാക്കുക. യേശു എന്ന് പറയുന്ന ഒരാളിലെത്തുമ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്നൊരു സ്വസ്ഥതയും സമാധാനമുണ്ട്. അത് ഈ ഭൂമി വിചാരിക്കുന്നത് പോലെയോ ഭൂമിക്കിലെ ഭൗതിക മക്കൾ കരുതുന്ന പോലെയുള്ള സ്വസ്ഥതയോ സമാധാനമോ സന്തോഷമോ ഒന്നുമല്ല, അതിനപ്പുറത്തുള്ളതാണ്. അത് മനസ്സിലാക്കാനായിട്ട് മറിയം എന്ന ആ അമ്മ ഒന്ന് ധ്യാനിച്ചാൽ മതി. എങ്ങനെയൊക്കെ വിചാരിച്ചാലും സ്വസ്ഥതയില്ലാതെ ജീവിച്ച ഒരാളാണ്, ഒരു സംശയമില്ല. എന്നാലും എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറയാനായിട്ട് ഈ അമ്മയ്ക്ക് സാധിച്ചത് തീർച്ചയായിട്ടും യേശു എന്ന് പറയുന്ന ഒരു ഏക ബലത്താലാണ്. അപ്പോൾ യേശു സ്വന്തമായിട്ടുള്ളതിൻ്റെ പേരിൽ ഭൂമി കൊടുത്ത എല്ലാ വേദനകളെ, ഭൂമി കൊടുത്ത എല്ലാ അവഗണനകളെയൊക്കെ തരണം ചെയ്യാനോ കണ്ടിൽ നിന്നടിപ്പാനായിട്ടുള്ള പ്രകാശമുണ്ടായിരുന്നു. അപ്പോൾ യേശുവിലാകുന്ന ഓരോരുത്തരും വിചാരിക്കുക, അവർക്ക് വലിയ സിംഹാസനങ്ങളായിരിക്കുകയല്ല ദൂരെ ഭൂമി കരുതി വെക്കുക, മറിച്ച് മുള്ളുകളായിരിക്കും. ഈ മുള്ളുകൾക്കൊക്കെ അപ്പുറത്ത് പൂക്കൾക്കൊക്കെ സുഗന്ധങ്ങളും ഉണ്ടെന്നുള്ള ഒരു സ്വപ്നവും പ്രത്യാശയും കൈവിടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഈ ഒക്ടോബർ മാസവും നവംബർ മാസവും ഒക്കെ വരുമ്പോൾ എൽദോമോർ ബസേലിയോസ് ബാവായും പരിമലമോർ ഗ്രിഗോറിയസ് പിതാവിനെയും ഒക്കെ നമ്മൾ ഓർക്കുക. അവരിങ്ങനെ പൂമത്തയിലൂടെ വിശ്രമിച്ചവരും പൂന്തോട്ടത്തിലൂടെ നടന്നവരും ആയിരുന്നില്ല, മറിച്ച് സങ്കടങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും നിരാലംബരായ ആളുകൾക്കിടയിൽ ജീവിച്ചവരാണ്. അവരുടെ ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ ചില പ്രാർത്ഥനകളായിരുന്നു. അതൊന്നും തിരിച്ചറിയാനായിട്ട് ഈ മാസങ്ങളൊക്കെ നമ്മളെ സഹായിക്കണം. ഒപ്പം സ്വന്തം കുരിശിനെ തള്ളിപ്പറയാതെ, സഹനങ്ങളെ തള്ളിപ്പറയാതെ, പരിഭവിക്കാതെ അവ ഒരു കുരിശെന്ന നിലയിൽ തന്നെ തൊഴിൽ നമ്മൾ വഹിച്ചുകൊണ്ട് യേശു എന്ന് പറയുന്ന ആ വലിയ ലക്ഷ്യം മുമ്പിൽ കണ്ട് ഒരു തീർത്ഥയാത്രയുടെ ഭാഗമാണെന്ന ധാരണയിൽ ജീവിക്കുക. ഒപ്പം ഓരോരുത്തർക്കും മറ്റുള്ളവരുടെ കുരിശുകളെ അല്പം കൂടി ഒന്ന് താങ്ങി സഹായിക്കാനായിട്ട് ആ ഒരു ഭാരത്തിൽ നിന്ന് അവരെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ കരുതാനാവുമെങ്കിൽ അത് ദൈവം നമുക്ക് ഓരോരുത്തർക്കും തരുന്ന വലിയൊരു അവസരവും ഭാഗ്യവുമായിട്ട് കണ്ടെത്തുക. യാക്കോബ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുന്ന പോലെ നന്മ ചെയ്യേണ്ട അവസരങ്ങളിൽ അത് അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്ന എത്രയോ വലിയ പാപമാണ്. അപ്പോൾ പാപങ്ങളുടെ പട്ടിക ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വ്യത്യസ്തമായ വിധത്തിലാവാൻ ദൈവം കുറിച്ചിടുക. ചെയ്ത പാപങ്ങളെക്കാളും അപ്പുറത്ത് ചെയ്യാതെ പോയ നന്മകൾ നമുക്ക് പാപങ്ങളായിട്ട് മാറുന്നുവെങ്കിൽ ആരംഭത്തിൽ എപ്പോഴും പറഞ്ഞ വഴിയിൽ നിൽക്കുന്ന ഒരാളെ വണ്ടിയിലൊന്ന് കയറ്റി അപ്പുറത്തിറക്കുന്നത് ഉൾപ്പെടെയുള്ള നിസ്സാരമായ നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ദൈവ അനുഭവത്തിന്, ദൈവികമായ ആഭിമുഖ്യം ലഭിക്കാനും കാരണമായേക്കാമായിരുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ നന്മ ചെയ്യാനും ഒപ്പം ഉണ്ടാകുന്ന സങ്കടങ്ങളെ, കുരിശുകളെയൊക്കെ സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ, ധ്യാനത്തോടെ വഹിക്കാനായിട്ടും ഓരോരുത്തർക്കും സാധിക്കണം. ഭവനം നമുക്കെതിരാകുന്നു, സമൂഹം നമുക്കെതിരാകുന്നു. യേശു ഓർമ്മപ്പെടുത്തിയതുപോലെ എല്ലാവർക്കും എതിരാകുന്നു. സമാധാനം അല്ല ഞാൻ വരുത്തുവാൻ വന്നത്, ഞാൻ വന്നത് വാളാണെന്ന് പറയുന്നത് യേശു എന്ന് പറഞ്ഞ നിലപാടിനോട് ചേർന്ന് ജീവിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകാവുന്ന പരിസരം കൊടുക്കുന്ന ചില ശിക്ഷകളെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തൽ. അത്തരം ശിക്ഷകൾ ഉണ്ടാകുമ്പോഴും പതറിപ്പോകാതെ യേശു എന്ന് പറഞ്ഞ വലിയ ബലത്തിൽ ആശ്രയിപ്പാനായിട്ട് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഈ വാളിനും കുരിശിനും ഒക്കെ അപ്പുറത്ത് മഹത്വത്തിൻ്റെ ഒരു കാലവും നാളുകളും ഉണ്ടെന്നുള്ള യേശുവിൻ്റെ ആ ഉദ്ധാന ശേഷമുള്ള ജീവിതം ഓരോരുത്തരെ കൂടുതൽ ബലപ്പെടുത്തുകയും പ്രകാശത്തിൻ്റെ ലോകത്തിലേക്ക് എത്തിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യട്ടെ. ആമേൻ.